താമരശ്ശേരി ചുരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ബദൽ പാതകൾ ചർച്ചയാകുകയാണ്. 1994 തറക്കല്ലിടുകയും 70% നിർമ്മാണം പൂർത്തീകരിച്ചതുമായ ഒരു ബദൽ പാതയുണ്ട് വയനാട്ടിൽ. തുരങ്കപാത എന്ന പോലെ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് പൂർത്തിയായാൽ വയനാട്ടുകാർ അഭിമുഖീകരിക്കുന്ന യാത്രാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. പാത യാഥാർത്ഥ്യമാക്കുവാൻ ജനകീയ കർമ്മ സമിതി 3 വർഷമായി നടത്തുന്ന റിലേ സത്യാഗ്രഹം ഇപ്പോഴും തുടരുകയാണ്. പതിറ്റാണ്ട് മുൻപ് സർക്കാർ തുടക്കമിട്ട വയനാട് ബദൽ പാതയായ പൂഴിത്തോട് പടിഞ്ഞാറത്തട റോഡ് ഇന്നും സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു. ബദൽ പാതയുടെ സർവേ നടപടികൾ പൂർത്തീകരിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് പ്രൊജക്ട് സമർപ്പിക്കാത്തതാണ് പ്രധാന തടസ്സമെന്ന് ടി സിദ്ദിഖ് MLA പറയുന്നു. അനുകൂലമായ തീരുമാനം, രാഷ്ട്രീയ തീരുമാനം ഗവൺമെന്റ് എടുക്കണം. കേന്ദ്ര സർക്കാർ അതിന്റെ MOEF-ന്റെ ക്ലിയറൻസ് തരണം. ഈ പാത യാഥാർത്ഥ്യമാക്കണം. ഇത് വയനാടിന്റെ ജീവശ്വാസം നിലനിൽക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ്. വയനാട്ടിലേക്ക് ഒരു തുരങ്കപാത മാത്രമായി പരിമിതപ്പെടുത്താൻ, ബദൽ പാതയുടെ ആവശ്യത്തെ ഒരു തുരങ്കം മാത്രമായി പരിമിതപ്പെടുത്താൻ ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. പൂഴിത്തോട് നിന്ന് പടിഞ്ഞാറത്തറ വരെ 27.2 കിലോമീറ്റർ റോഡിൽ 9 കിലോമീറ്റർ വനഭൂമിക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിട്ടുമില്ല. 2024 മാർച്ചിൽ ഈ ബദൽ പാതയുടെ സാധ്യത പഠിക്കാൻ സംസ്ഥാന സർക്കാർ 1.5 കോടി അനുവദിച്ചിരുന്നു. വയനാട് ജില്ലയിൽ GPS സർവേ മാസങ്ങൾക്ക് മുൻപ് പൂർത്തിയായെങ്കിലും കോഴിക്കോട് ജില്ലയിൽ സർവേക്ക് കാലതാമസമെടുക്കുകയാണ്. അനുവദിച്ച കാലാവധി സെപ്റ്റംബർ 18 അവസാനിച്ചാൽ വീണ്ടും അനുമതി ലഭിക്കാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. വയനാട്ടുകാർക്കും അതുപോലെ വയനാട്ടിലേക്ക് വരുന്നവർക്കും വയനാടുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂര്, മൈസൂര് പോകുന്നവർക്കൊക്കെ ഉപകാരപ്രദമായ ഒരു റോഡാണ് ഈ ഈ നാട്ടില് ജനങ്ങൾക്ക് വേണ്ടിയാണ് നിയമം, അല്ലാണ്ട് ഫോറസ്റ്റിന് വേണ്ടിയല്ല നിയമം. ജനങ്ങൾക്ക് വേണ്ടിയാണ് നിയമം ഉണ്ടാവേണ്ടത്. 94 തുടങ്ങിയിട്ട് ഇതിന് ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ്. ഇത് ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട എല്ലായിടങ്ങളിലും ഇതിന്റെ രേഖകളടക്കം നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. കാര്യമായൊരു ഇടപെടൽ വേണ്ട ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണം പറയാതിരിക്കാൻ കഴിയില്ല. ഈ പാതയ്ക്കായി വർഷങ്ങൾക്ക് മുൻപ് ഏക്കർ കണക്കിന് ഭൂമി സൗജന്യമായി വിട്ടു നൽകിയത് നിരവധി പേരാണ്. വയനാട്ടിൽ 150 കുടുംബങ്ങളും കോഴിക്കോട് ജില്ലയിൽ 33 കുടുംബങ്ങളും ഭൂമി വിട്ടു നൽകി. പടിഞ്ഞാറത്തറ പൂഴിത്തോട് പാത യാഥാർത്ഥ്യമാക്കുവാൻ ജനകീയ കർമ്മസമിതി 3 വർഷമായി നടത്തുന്ന റിലേ സത്യാഗ്രഹം ഇപ്പോഴും തുടരുകയാണ്. ബദൽ പാതയിൽ ഏറ്റവും ചെലവ് കുറവെന്നും കരുതപ്പെടുന്ന ഈ പാത നിർമ്മാണം യാഥാർത്ഥ്യമായാൽ വയനാട്ടിലേക്കുള്ള യാത്രാക്ലേശം വലിയ തോതിൽ പരിഹരിക്കപ്പെടും. വയനാടൻ ജനതയുടെ ബദൽപാത ആശയങ്ങളിൽ ഒന്നാണ് പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ്. 70% പണി പൂർത്തിയാക്കിയ ഈ റോഡിന് ഇനി 7 കിലോമീറ്റർ നിർമ്മാണം കൂടിയാണ് ബാക്കിയുള്ളത്. ഇനി ഇതിൽ ഇടപെടേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ക്യാമറാമാൻ റിന്റുവിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, വയനാട്.